സിനിമയിൽ അഭിനയിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു? ഫോളോവേഴ്സ് എത്ര ഉണ്ട് ഇപ്പോ? പറഞ്ഞ എന്താണ്? എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ നീ ഉണ്ടായി ചേർക്കാടെ. പിന്നെ ഏകാലം മുഴുവൻ അവിടെ അടി കൊണ്ടിട്ട് ഇവിടെ കിടക്കാനാണ്. അയ്യോ അടിയൊന്നും അല്ല, ചവിട്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു ഹിന്ദി പാട്ട് പാടിത്തരാൻ പോവാണ്. മലയാളത്ത് മാറ്റിയിട്ട് മലയാളം ഏത് ഇപ്പൊ പാടിയ പാട്ട് മലയാളത്തിൽ മാറ്റണോ? ആര്? പാടാവേ. അത് മലയാളത്ത് കുറഞ്ഞ രസം. നിന്നെ സ്വന്തമാക്കിടുന്നവരെ നെഞ്ചില്ലാതി ഇപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുമ്പോ എല്ലാം രണ്ടെണ്ണം വാങ്ങണ്ടേ? കടയില് ഒരു ഡ്രസ് ഉണ്ട്, അപ്പം അത് ഒന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് രണ്ടാക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താ ചെയ്യുക? അപ്പോ അതിന്റെ പകുതി ഭാഗം മുറിച്ചിട്ട് മറ്റേലിടും. പെട്ടെന്ന് നിങ്ങൾ നടന്നു പോകുമ്പോ ഒരു പ്രേതം ഫ്രണ്ടിൽ വന്നു. അപ്പൊ എന്താ? എനിക്ക് ദേശത്തെ വഴിയേറിയില്ല. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വെറൈറ്റി മീഡിയ. ഞാൻ അനഘ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സുന്ദര കുട്ടികളാണ്. അവർ ട്വിൻസ് ആണ്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസൊക്കെ, ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ തകർക്കാൻ പോവാണ്. സോ നമുക്ക് വെൽക്കം ചെയ്യാം ആരാധ്യ, ആകർഷ. ഇതിൽ ആരൊക്കെ ആരാധ്യ, ആകർഷ പറയും. രണ്ടുപേരും ഒരേപോലെയാണ് കളർ. എന്താ പറയാത്തെ? വീട്ടിൽ നിന്ന് എന്താ വിളിക്കുന്നേ? എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ. ഒന്നുകൂടി പറഞ്ഞേ. അതല്ല, ഇത് ആരാധ്യ. ആകർഷ. ആകർഷ, ആരാധ്യ. ഓക്കെ, അപ്പം വെൽക്കം. വെൽക്കം വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ? താങ്ക് യു. താങ്ക് യു. ഇയാളോ? താങ്ക് യു. ആദ്യം ഞാനാണ് താങ്ക് യു പറയുന്നത്. അങ്ങനെയില്ല, ഒരുമിച്ച് പറഞ്ഞാ മതി. എന്താ ഇവിടെ വിളിച്ച എന്തിനാ? വിളിച്ചത് വിശേഷം പറയാൻ. ഞങ്ങൾക്ക് എന്തോ അറിയും. നിങ്ങൾക്ക് എന്തോ അറിയോ? അല്ല, ഞങ്ങൾക്ക് അറിയോ നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. എന്തായാലും നോക്കാൻ വേണ്ടിട്ടാ. വർത്താനൊക്കെ പറയോ? വർത്താനൊക്കെ പറയോ? ഇഷ്ടാണോ? ഇങ്ങനെ മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ ആദ്യം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാട്ട് പാടിച്ചു തുടങ്ങാം. ഏത് പാട്ടാ പാടുന്നേ? ഹിന്ദി. ഹിന്ദിയോ? അല്ല, മലയാളം ആദ്യം പാടാം. അയ്യോ, കൺഫ്യൂഷൻ. മലയാളം പാടാം. ഞാൻ പറയാം ഏത് പാട്ടാ എനിക്ക് പാടുണ്ട്. എല്ലാരും രണ്ടാം കൂടെ അല്ലേ പാടുന്നത്? ഞാൻ റെഡി. 1 2 3 സ്റ്റാർട്ട് പറയാം. 1 2 3 സ്റ്റാർട്ട്. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്. കരിങ്കല്ലാണി നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ കനിമ്മിന്റെ തുണ്ടാണ് കണ്ടതയ്യാ. ചക്കര തുണ്ടാണ് കണ്ടതയ്യാ. ഇതെന്താ ഈ പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം? എന്താ? ഇപ്പൊ കൊറേ പുതിയ പാട്ടൊക്കെ ഇറങ്ങുമ്പോ നമ്മൾക്ക് ഒരാൾ പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ടൊക്കെ പാടൂലേ? ഇത് ഇച്ചിരി പഴയ പാട്ടല്ലേ? എന്താ ഇത് സെലക്ട് ചെയ്തേ? വെറുതെ അല്ല, അച്ഛൻ പഠിപ്പിച്ചെന്നതാ. എവിടുന്നാ വരുന്നത്? നിങ്ങളുടെ വീട് എവിടെയാ? ഞങ്ങളുടെ വീട് കുന്നംകുളം അമ്മമ്മയുടെ വീടാണ്. പാലക്കാട് അച്ഛന്റെ വീടാണ്. അമ്മയുടെ വീട്. ഇപ്പൊ തൃശ്ശൂർ അല്ലെ? കുന്നംകുളത്ത്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? UKG. എവിടെയാ പഠിക്കുന്നേ? പഞ്ചാബ്.
പഞ്ചാബിലാ പഠിക്കുന്നേ. ഇപ്പൊ വെക്കേഷൻ വന്നേ അല്ലേ? വെക്കേഷൻ അല്ല, വെക്കേഷൻ അല്ലേ? അവര് വിളിച്ചോണ്ട് ആരെ വിളിച്ചോണ്ട് വന്നു? ഒരു സിനിമ ഷൂട്ടിങ്ങില്. വല്ല ആൾക്കാരാ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോവാ. ആഷിഫ് അലി ചേട്ടന്റെ കൂടെ. ആഷിഫ് അലി ചേട്ടന്റെ ആറായിട്ടൻ അതിമിക്കിനറിയോ? ആരെ? ആരായിട്ടാ അവിടെ പോണറിയോ? ഇല്ല. ആഷിഫ് അലി ചേട്ടന്റെ പെങ്ങളുടെ കുഞ്ഞ്. രണ്ടുപേരും ഏറ്റക്കുട്ടി. കഴിഞ്ഞ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ? ഇല്ല, ഇനി കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കിയില് വെച്ച് തുടങ്ങിയില്ല. തുടങ്ങി, കുറച്ചൊക്കെ ചെയ്തു. തുടങ്ങി ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി. കുറച്ചൊക്കെ ചെയ്തു. കുറച്ച് ചെയ്തു. കുറച്ചു പറഞ്ഞ റേഷം എത്ര ദിവസം ചെയ്തിട്ടുണ്ടാവും? 3 ദിവസം ചെയ്തു. ആദ്യമായിട്ടാണോ സിനിമയിൽ അഭിനയിക്കുന്നത്? എങ്ങനെയുണ്ടായിരുന്നു? പേടിയുണ്ടായിരുന്നു? ഇല്ല, പേടി എന്തിനാ? അത് പ്രേതം സിനിമയല്ല. ടെൻഷൻ വരുമല്ലേ? ഇല്ല ഇല്ല, അങ്ങനത്തെ ടെൻഷൻ ചേട്ടനെയൊക്കെ ഞാൻ കൂട്ടുകൂടി. അപ്പൊ പഞ്ചാബിലെ സ്കൂളിലൊക്കെ പോണെങ്കിൽ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ ഹിന്ദി ഒക്കെ അല്ലേ സംസാരിക്കാ? അപ്പൊ നിങ്ങൾക്ക് ഹിന്ദി ഒക്കെ അറിയോ? നിങ്ങൾ പഠിച്ചു? ചെറുപ്പത്തിലേ പഠിച്ചു? ഞങ്ങള് പഞ്ചാബിക്ക് പോയിട്ടാണ് പഠിച്ചത്. പഞ്ചാബിക്ക് പോയിട്ട് ഹിന്ദി അപ്പൊ ഒരു ദിവസം ഞാൻ ഡൽഹിയിലാകുമ്പോ പഠിച്ചത്. എനിക്ക് ഡൽഹിയിലാകുമ്പോ ഹിന്ദി അറിയില്ല. ഡൽഹിയിലും ഹിന്ദി തന്നെയാണ്, പക്ഷെ ഹിന്ദി കൂട്ടുകാരൊന്നും അല്ലായിരുന്നു ഞങ്ങൾക്ക്. അന്ന് മലയാളം കൂട്ടുകാരായിരുന്നു. എന്നിട്ട് പഞ്ചാബൊക്കെ എത്തിയപ്പോഴാണ് ഫുള്ള് ഹിന്ദി ഫ്രണ്ട്സ്. ഞങ്ങൾ പഠിച്ചു ഹിന്ദി. ക്ലാസ്സിലൊക്കെ ഹിന്ദിയാ സംസാരിക്കുന്നേ? മലയാളം ആരും ഇല്ലല്ലോ വേറെ മലയാളം സംസാരിക്കാൻ. ഫ്രണ്ട്സ് ഉണ്ടോ? ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ ചെറുതാണ്. അവർക്കൊക്കെ അറിയോ നിങ്ങളിങ്ങനെ വീഡിയോ ചെയ്യുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയാന്നൊക്കെ അറിയോ? എല്ലാരും കാണാറുണ്ട്. പഞ്ചാബിലെ എല്ലാരും കാണാറുണ്ട്, ഇവിടുത്തെ എല്ലാരും കാണാറുണ്ട്. അപ്പോ ഒരു ദിവസം ഞാൻ ഹിന്ദി അർഷുന് പഠിപ്പിച്ചു കൊടുത്തപ്പോ ഞാൻ പേടക്കോ ക്യാ ബോൾത്തെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മരം. എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് 2 ഹിന്ദി വാക്ക് പഠിപ്പിച്ചു ഒന്ന് പഠിപ്പിച്ചു. എന്താ ഹിന്ദിയില് പഠിപ്പിച്ചിട്ടുണ്ട്? സുഖാണോ എങ്ങനെയാ ചോദിക്കുന്നേ ഹിന്ദിയില്? അച്ഛാ ഹേ അങ്ങനെയല്ല. അപ്പൊ എന്താ തിരിച്ചു പറയണ്ടേ? അങ്ങനെയല്ല. തും കേസേ ഹോ? ഇതിലിപ്പോ ആര് പറയുന്ന ചോദിക്കണ്ടേ? എനിക്കറിയാം. അറിയോ? പക്ഷെ എനിക്ക് കുറച്ചും കൂടെ പറയാം. ഇങ്ങനെ പറയാ, ഹിന്ദിയിൽ ഇങ്ങനെ പറയാം. എൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ, എൻ്റെ വെറൈറ്റി മീഡിയയിലെ എൻ്റെ ഇന്റർവ്യൂ എല്ലാവരും കാണണേ എന്ന് പറയാം. ക്യാമറ നോക്കിയിട്ട് ഹിന്ദിയിൽ പറയും. രണ്ടാളും ഒരുമിച്ച് പറഞ്ഞു. അങ്ങനെയല്ല, ഹിന്ദി അറിയുള്ളൂ. അങ്ങനെ ഇത് എൻ്റെ വീഡിയോ കാണണേ എന്ന് പറയാൻ പറ്റൂലേ? तुम लोग हमारे वीडियोस देखना है, ठीक है? അങ്ങനെ പറഞ്ഞേ, ക്യാമറ നോക്കി പറഞ്ഞേ. तुम लोग सारे मेरे फ्रेंड मेरे वीडियोस देखना है. സാരില്ല, അത് മതി. ഓക്കെ. അപ്പൊ ഫോളോവേഴ്സ് എത്ര ഉണ്ട് ഇപ്പോ? 1K അല്ല, 100K അല്ല, തെറ്റാ. അമ്മേ പറഞ്ഞു കൊടുക്കമ്മേ, എത്രയാ? ഇതൊന്നും അമ്മ പറഞ്ഞു തന്നില്ലേ? അന്ന് ഞാൻ ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് 1K. കെ പറഞ്ഞ എന്താണ്? കെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ. കെ എന്ന് പറഞ്ഞ എത്രയാണ്? കെ എന്ന് പറഞ്ഞ എത്രയാണ്? കുറേ സബ്സ്ക്രൈബ് ഉണ്ടായി. അത് യൂട്യൂബില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ്. ഇപ്പൊ കെ എന്ന് പറഞ്ഞ 1K എന്ന് പറഞ്ഞ എത്രയാ അറിയോ? എത്രയാ? കുറേ കമന്റ്. 1K എന്ന് പറഞ്ഞാ 1000 എന്നാണ് അർത്ഥം. അതെന്നെ പറഞ്ഞത്. 1000 പറഞ്ഞാ കൊറേ 100 ചേരുമ്പോ 1000 ആവും. ഓക്കെ, അപ്പൊ ഇപ്പൊ എത്ര കെ ആയിന്ന് അറിയോ? എത്രയായി? 100K അല്ല,
1K. അല്ല, 1000K. അമ്മയോട് ചോദിച്ചിട്ട് പറയും എത്ര കെ ആയി. 2K. 2K. 290K ആയി. 290K ആയി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ? എത്രയാ? 20K. അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ. 290. 100K എന്ന് പറഞ്ഞാ 1,00,000. 200K എന്ന് പറഞ്ഞാ 2,00,000. അപ്പൊ ഇപ്പൊ എത്രയായി? ഇപ്പൊ 2 ലക്ഷം. ഇപ്പൊ 3 ലക്ഷം ആവാനായില്ലേ? ആവാനായിട്ടില്ല, 3 ആയി. എന്നിട്ട് കുറച്ചുകൂടി വന്നാ 3 ലക്ഷം ഫോളോവേഴ്സ് ആവും. അയ്യോ, അത് വലിയ കാര്യമല്ലേ? ഈ ഹിന്ദി പാട്ട് ഓക്കെ, എന്നാ പിന്നെ ഇപ്പൊ കൊറേ സംസാരിച്ചു. ഹിന്ദി പാട്ട് പാടാം. അല്ല, ഡം ഡം. അത് സ്കൂളിൽ ഇത് ആര് പഠിപ്പിച്ചു തന്നെയോ? ടീച്ചർ പഠിപ്പിച്ചു തന്ന പാട്ട്. അത് വേറെ നമുക്കൊന്നും അറിയില്ല അല്ലേ ആ പാട്ട്? കുറച്ചേ ഉള്ളൂ. സിനിമ പാട്ടൊന്നും അറിയില്ലേ? സിനിമ പാട്ടല്ലേ അതല്ലേ? അത് ഒരു ചിരി ഇച്ചിരി മുമ്പ് ചിരിയില് കണ്ടില്ലേ, അതുകൊണ്ടല്ലേ വന്നത്. പിന്നെ ഡം ഡം ഡോൾക്ക് ബജേ പറയാം. ഡം ഡം ഇഷ്ടമുള്ളത് പാടിക്കോ. ഞാൻ പറയാം. അപ്പൊ നമുക്ക് അടുത്തൊരു ഹിന്ദി പാട്ട് പാടിത്തരാൻ പോവാണ്. 1 2 3 സ്റ്റാർട്ട് പറയട്ടെ. 1 2 3 സ്റ്റാർട്ട്. डम 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 ढोलक बाजे तुन 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 बजे सितार फुदा फुदा के लगी नाचने छोटी चुगिया चार. ഇത് ഇവിടുന്ന് സ്കൂളിലെ പാട്ടാണ്. എന്നിട്ട് സിനിമത്തെ പാട്ട് ചിടിയാറാണിയും സ്കൂളത്തെ പാട്ടാ. എനിക്ക് അറിയില്ല കേട്ടോ ഇതൊന്നും. ഞാൻ ഇവിടെയാ പഠിച്ചത്, കേരളത്തിലാ പഠിച്ചത്. ഈ കാര്യം പറയാം, അത് മലയാളത്ത് മാറ്റിയിട്ട് വരാം. മലയാളം ഏത് ഇപ്പൊ പാടിയ പാട്ട് മലയാളത്തിൽ മാറ്റണോ? ആര്? ഞാൻ പാടി. എനിക്ക് ചിടിയാറാണി മലയാളത്ത് പറയാം. അത് മലയാളത്ത് പറഞ്ഞ രസം എന്നാ വേണ്ട അല്ലേ? ഹിന്ദിയിൽ പഠിയട്ടെ. എന്ത് ചിടിയാറാണി चिड़िया होना अपना गीत सुनाओ ना, मैं तो खाता हलवा पूरी तुम भी आकर खाओ ना, चिड़िया रानी आओ ना. പക്ഷി അല്ലേ? പക്ഷി റാണി വരൂ. നല്ല പാട്ടാട്ടോ. അപ്പൊ ഹിന്ദി പാട്ട് സിനിമത്തെ കുറച്ച് പാടാം. കുറച്ച് സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. ഓക്കെ. അപ്പൊ എനിക്ക് ഇവിടെ നിൽക്കാനാണോ ഇഷ്ടം, അവിടെ നിൽക്കാനാണോ ഇഷ്ടം? ഇവിടെ നിൽക്കാൻ. അതെന്താ? അവിടെ നിൽക്കാൻ ഇഷ്ടമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ? അപ്പൊ നിങ്ങൾ മാറി നിൽക്കില്ല. നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് ഒരേ ഡ്രസ്സ് ഇട്ട് ഒരേ കമ്മലിട്ട് ഒരേ വളയൊക്കെ ഇട്ട് ഒരേപോലെ മുടിയൊക്കെ കെട്ടിയിട്ടാണ് നിങ്ങൾ തമ്മിൽ മാറിപ്പോവലുണ്ടോ എല്ലാവർക്കും? ഇല്ല. അമ്മക്ക് മാറിപ്പോവോ? ഇല്ല, അമ്മയ്ക്ക് മാറിപ്പോല. അമ്മയ്ക്കറിയും. അമ്മക്കറിയും. ബാക്കിയൊക്കെ പക്ഷെ എല്ലാരും എന്നെ ആരാധ്യാന്ന് വിളിക്കും, ആരീനെ ആശ. മാറിപ്പോവല്ല. അതിലേന്ന് എന്താ വെച്ചാ മാറിപ്പോവോ? അതുകൊണ്ട് ഞാന് പുരാത്തങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് അവര് എന്നെ ആചാര്യ ഇങ്ങനെ വിളിക്കും. ആര്യനെയും ആചാര്യ. സ്കൂളിലെല്ലായിടത്തും മാറിപ്പോവല്ലേ? പിന്നെ എല്ലാരും എന്നെ എങ്ങനെ നോക്കറിയോ? ഇതിൽ നോക്കും. മറുകിൽ നോക്കുവോ? പിന്നെ ചിലപ്പോ ഇവിടെ നോക്കും. അങ്ങനെയാണ് മനസ്സിലാകുന്നേ. ഇല്ല. അപ്പോ ഉണ്ടായ ഇല്ലാത്ത നിങ്ങൾ ട്വിൻസ് അല്ലേ? നിങ്ങൾക്ക് ഒരേപോലെ വേണ്ടേ? അതല്ല, പിന്നെ ട്വിൻസ് ആണ് ഞാൻ. പക്ഷേ ഞങ്ങള് ഒരാൾക്ക് പനിയായി കഴിഞ്ഞാൽ രണ്ടാൾക്കും പനിയാവും. അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ ഈ ലോകത്തില്ല. അങ്ങനത്തെ കുട്ടികളില്ല.
അല്ല നിങ്ങൾക്ക് ഒരാൾക്ക് പനി വന്ന മറ്റാൾക്ക് വരൂലേ? ഇല്ല, ഒരാള് മഴയത്ത് കളിച്ചാ മറ്റേ വിചാരിക്കും ഞാനും മഴയത്ത് കളിച്ചാൽ എനിക്കും പനിയാവും. അപ്പൊ മറ്റേ അവിടെ ഇരിക്കും, മറ്റേ കളിക്കും. അപ്പൊ കളിച്ച ആൾക്ക് മാത്രമേ പനി വരുള്ളൂ. അപ്പൊ നിങ്ങളിങ്ങനെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടണ്ടേ? എപ്പോഴും ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുമ്പോ എല്ലാം രണ്ടെണ്ണം വാങ്ങണ്ടേ? ഇതാ രണ്ടെണ്ണം ഒരേപോലെ. ഈ രണ്ടെണ്ണൊക്കെ പട്ടത്തൊന്നും കിട്ടൂല. കൊറേ ദൂരം കൊച്ചിയിലൊക്കെ പോയിട്ട് കിട്ടുന്നു. അപ്പൊ ഇപ്പൊ ഒരു ഡ്രസ്സ്, ഇപ്പൊ ഒരു കടയില് ഒരു ഡ്രസ്സ് ഉണ്ട്, അപ്പം അത് ഒന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് രണ്ടാൾക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്താ ചെയ്യുക? അപ്പോ അതിന്റെ പകുതി ഭാഗം മുറിച്ചിട്ട് മറ്റേളിടും. അങ്ങനെയല്ല, അത് ഒരു ഭാഗം വെട്ടും. എന്നിട്ട് അത് വേറെ സ്റ്റൈലുണ്ടാക്കും. വേറെ ഏതോ ചെറിയ ഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ അതെടുത്തിട്ട് അത് മുറിക്കാതെ ഈ ഭാഗത്ത് വെച്ചിട്ട് മറ്റേ ഓറഞ്ച് ഡ്രസ് പൊട്ടിച്ചിട്ട് ഗ്രീന് പെയിന്റ് അടിച്ചിട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ ഇല്ല, കൊറേ ദൂരം അങ്ങോട്ട് പോകും. പിന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരേപോലെ ഡ്രസ് ഇടുവോ? പിന്നെ പക്ഷെ മറ്റേ വീട്ടിൽ നിന്ന് മറ്റേ ആളിന്റെ ഒരു ഡ്രസ്സ് നനഞ്ഞു പോയാ വേറെ ഡ്രസ് ഇടും. നിങ്ങൾ ആരാണ് ഏറ്റവും കുരുത്തം കേട്ടത്? അങ്ങനെയൊന്നുമില്ല. കുസൃതി ആരാ പറയാ? ആരാ കുസൃതി? കുസൃതി ഞാനല്ല, ആരുമല്ല. നല്ല കുട്ടികളാണ്. നല്ല അമ്മയുടെ അടുത്ത് ചോദിക്കട്ടെ? അമ്മ അങ്ങനെ തന്നെ പറയോ? ഓക്കെ, നമ്മളിപ്പോ പാട്ട് പാടി കുറെ സംസാരിച്ചു. ഇനി നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഏതാ? സ്ട്രോബെറി. എനിക്ക് സ്ട്രോബെറി. സ്ട്രോബെറി. രണ്ടാൾക്കും ഒരേതാണ് ഇഷ്ടം? ചോക്കോബാർ ആണോ ബോൺ ഐസ്ക്രീം ആണോ? ഏതാണ് ഇഷ്ടം? എനിക്ക് കൂടുതൽ ഇഷ്ടം ചോക്കോബാർ. എനിക്കും കൂടുതൽ ഇഷ്ടം ചോക്കോബാർ. എന്നാ പിന്നെ 2 ചോക്കോബാർ തരട്ടെ? ഇപ്പൊ ഞാൻ തന്നില്ലേ, ഇതെന്താ മാംഗോ ബാറാ. ഞാൻ എന്തിനാ തന്നെന്നറിയോ? ചുമ്മാ കഴിക്കാനല്ല. ഞാൻ ഇന്റർവ്യൂസ് ഇങ്ങനെ കുഞ്ഞുമക്കളെയൊക്കെ എടുക്കുന്ന സമയത്ത് ഗെയിം വെക്കും. അപ്പം ഞാനിങ്ങനെ മാംഗോ ബാറും ചോക്ലേറ്റ് ഒക്കെ കൊടുത്തിട്ട് ഞാനും കഴിക്കും, വന്ന ഗസ്റ്റും കഴിക്കും. ഞാൻ പറയട്ടെ. അപ്പൊ നമ്മളിപ്പോ 3 പേരും കഴിക്കുമല്ലോ. അപ്പൊ ഒരു സമയം തരും, ഒരു മിനിറ്റ് ഒക്കെ തരും. അതില് ആദ്യം ആരെ കഴിച്ചു തീർക്കണം അവരാണ് വിന്നർ ആവാൻ പോകുന്ന ഗെയിമിൽ. ജയിക്കോ? അവര് ജയിക്കും. അതാണ് ഗെയിം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Ready, 1, 2, 3 സ്റ്റാർട്ട്. നിക്ക്. ഇല്ല, സ്റ്റാർട്ട് പറഞ്ഞതാ. എല്ലാം വെച്ചാൽ മതി. ഭയങ്കര തണുപ്പുണ്ടല്ലേ? നല്ല ചൂടത്തി തണുപ്പന്നെ വെക്കണ്ട്. പുറത്ത് ഭയങ്കര ചൂടല്ലേ? ഞാൻ കഴിച്ച് ഗെയിം കഴിഞ്ഞിട്ടേ എന്നിട്ടേ കൊടുക്കുള്ളൂ. ഇപ്പൊ ഞാൻ കഴിക്കും. ഐസ്ക്രീം കൂടെ ആരെ കൊടുത്തോന്നു? ഒരിച്ചിരി പമ്പർശ്ശേരി പോയില്ലേ? അത് കൊറേ പേര് കണ്ടില്ലേ? എപ്പോഴാ പോയേ? UKG പഠിക്കുമ്പോ തന്നെയാണോ പോയെ? LKG പഠിക്കുമ്പോഴാണ് പോയെ. അവിടെ പോയിട്ട് എന്താ ചെയ്യല? അവിടെ ഇങ്ങനെ എന്ത് ചെയ്യാനാ? സ്കിറ്റ് ചെയ്യാനാണോ?
സ്റ്റാൻഡപ്പ് ചെയ്യാനാണ്. അല്ല രണ്ടാണ്. അതേതറിയോ? ആര്യ നാട്ടിൽ ഞാന് പഞ്ചാബ്. ആ ഞാൻ ഹിന്ദി പറയിപ്പിച്ചു കൊടുക്കും. അപ്പോ ഞാൻ സ്റ്റേജിൽ എന്താ പെർഫോം ചെയ്തേ? ഞാന് അതന്നെ പറയാൻ പോണ്. ഞാന് അടിക്ക് പേര് മറന്നു, മനസ്സിൽ വന്നില്ല. ബമ്പച്ചേരിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? മഞ്ജു ചേച്ചി. ആരോട് ചോദിച്ചാലും മഞ്ജു ചേച്ചി. അതെന്താ മഞ്ജു ചേച്ചിന് ഇഷ്ടം? മഞ്ജു ചേച്ചി ചേച്ചി എന്ത് പറഞ്ഞു? മഞ്ജു ചേച്ചി സൂപ്പറായിട്ട് പറഞ്ഞു. മറ്റെല്ലാവരും അതിന് മുമ്പ് ആദ്യം ഞാൻ മഞ്ജു ചേച്ചിനായിരുന്നു ആദ്യം കണ്ടത് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് മഞ്ജു ചേച്ചിനെ ഇഷ്ടപ്പെട്ടത്. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും മഞ്ജു ചേച്ചിനെ ഇഷ്ടം? ആ, അപ്പൊ ഞങ്ങൾ രണ്ടാലും ആദ്യം മഞ്ജു ചേച്ചിനെ കണ്ടു, പിന്നെ സ്റ്റേജിലും കണ്ടു. മറ്റേ രണ്ട് ചേട്ടന്മാരെ പിന്നെ കണ്ടില്ല. ചേട്ടന്മാരുടെ പേരെന്താ? പിഷാടി ചേട്ടൻ, പിന്നെ മഞ്ജു ചേച്ചിനും പേരറിയാം. നമുക്ക് വേറൊരു ഗെയിമിലേക്ക് പോവാം. നവരസം എന്ന് കേട്ടിട്ടുണ്ടോ? അത് നമുക്ക് എക്സ്പ്രഷൻ ഇടണം. ഞാനൊരു ഇപ്പം സന്തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷം കാണിക്കണം, ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കണം മുഖം കൊണ്ട്. ഓക്കെ, ഞാൻ പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് കാണിക്കണം. ഓക്കെ അല്ലേ? ആദ്യം സന്തോഷം കാണിക്കും. സന്തോഷം. ദേഷ്യം കാണിക്കും. ചിരിക്കോ? ദേഷ്യം വരുമ്പോ നിങ്ങളൊക്കെ ചിരിക്കോ? ചിരിക്കാൻ പാടില്ല. മുഖം കാണിക്ക്. ഇല്ല, ചിരിക്കാൻ പറ്റില്ല. ദേഷ്യം വരൂലല്ലേ? അപ്പൊ അത്ഭുതം. വിഷമം, സങ്കടം. അതിലും ചിരിക്കാണ്. ചിരിച്ചോണ്ടാണ് കരയാ. ഞെട്ടി മുന്നിലൊരു പ്രേതമായിട്ട് വിചാരിക്കും. ഓക്കെ, ഇപ്പൊ പ്രേതത്തിനെ കണ്ടു വിചാരിക്കും. അപ്പൊ എന്തായിരിക്കും എക്സ്പ്രഷൻ? പെട്ടെന്ന് നിങ്ങൾ നടന്നു പോകുമ്പോ ഒരു പ്രേതം ഫ്രണ്ടിൽ വന്നു, അപ്പൊ എന്താ? ഓടാത്ത കണ്ട കൂട്ടാതെ ഓടി. എനിക്ക് ദൈവത്തിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ദൈവം പ്രേതത്തിനെ അടിക്കും വിചാരിച്ചിട്ട് ഓടിയില്ല. ആരാവണമെന്ന് ആഗ്രഹം? എനിക്ക് ടീച്ചർ. അയ്യോ, അതെങ്ങനെയാ? നിങ്ങളെല്ലാം ഒരേപോലെ അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഒരാൾ ഒരു ഡോക്ടർ, ഒരാൾ ടീച്ചറായി നിങ്ങൾ വേറെ സ്കൂളിലൊക്കെ പോയി പഠിക്കേണ്ടി വരും രണ്ടുപേരും. അല്ല, അമ്മ പറഞ്ഞത് ഒരു സ്കൂൾ തന്നെ പഠിച്ച ടീച്ചറോട് എനിക്ക് എന്തൊക്കെ ആവണ്ട് പറഞ്ഞാൽ മതി, ഒരു സ്കൂളിൽ തന്നെ. അത് ഡോക്ടറും ടീച്ചറൊക്കെ ആവണമെങ്കിൽ വേറെ പോണം. ഒരേ സ്കൂളിൽ ഒരാൾക്ക് ഡോക്ടർ ഒരാൾക്ക് ടീച്ചർ ആണെങ്കിൽ ഒരുപോലെ നിൽക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് അതിനെ കാണുമ്പോൾ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോയല്ലോ. ഒരാളെ കാണാൻ പറ്റുന്ന വിഷമാവോ? കാണുമ്പോൾ ഞാൻ സ്കൂളിൽ പോവും. കാണണമെങ്കിൽ ഞാൻ ഡോക്ടറിന്റെ അടുത്ത് പോവും. ഇനിയിപ്പോ ഏത് സിനിമ നടന്റെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം? എനിക്ക് മമ്മൂട്ടി. എനിക്കുണ്ടല്ലോ. എനിക്ക് മമ്മൂട്ടി ഏറ്റവും ഇഷ്ടമുള്ള ആരാ? എനിക്ക് മമ്മൂട്ടി. ആരൊക്കെ കാണുന്ന ആഗ്രഹം? എനിക്ക് അച്ഛന്റെ പോലെ ഒരു ആളില്ലേ. അച്ഛന്റെ പോലെ ആരാ? അച്ഛന്റെ പോലെ ഒരാളെ അച്ഛന്റെ ഫോട്ടോ കാണിക്കുക. അച്ഛന്റെ പോലെ ഒരാള്.
മലയാളത്തിൽ ആരെ ഇഷ്ടം? മലയാളത്തിൽ കാർത്തി തന്നെയല്ലേ? മമ്മൂട്ടി. ആർക്കും മമ്മൂട്ടി. ഇയാൾക്കോ? എനിക്ക് മോഹൻലാൽ. മോഹൻലാൽ. അതെന്താ ഇഷ്ടം? അതെന്താ അങ്ങനെ ഇഷ്ടം? എന്തുകൊണ്ടാ അവരൊക്കെ ഇഷ്ടം? എനിക്ക് അച്ഛനെ ഇഷ്ടാണ്. അപ്പൊ ഇഷ്ടമാണ്. അച്ഛന്റെ പോലെയല്ലേ കാർത്തി ചേട്ടൻ? അല്ല, മോഹൻലാലിന് ഇഷ്ടം എന്താ? മോഹൻലാലും അച്ഛന്റെ പോലെ തന്നെയാണ്. എനിക്കപ്പൊ ഇവരെ മോഹൻലാലിനെ മമ്മൂട്ടിനെ കാണണമെന്നാണോ ആഗ്രഹം? ആ, അപ്പൊ ക്യാമറ നോക്കിട്ട് പറയും അങ്ങനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് കാർത്തിനെ കാണണം, എനിക്ക് മോഹൻലാലിനെ കാണണം, എന്നിട്ട് എനിക്ക് മമ്മൂട്ടിനെ കാണണം. ആരെ? മഞ്ഞു ചേച്ചീനെ മഞ്ജു ചേച്ചിനെ ഇഷ്ടാണോ? കണ്ടില്ലേ നമ്മൾ? കണ്ടിട്ടോ? മൂന്നെണ്ണം. ഏത് മഞ്ജു ചേച്ചിയാ? നമ്മുടെ ഒറിജിനലിലെ മഞ്ജു ചേച്ചിയാണോ? ആ, ഒരു ഗെയിം കൂടി കളിക്കാം. ബോറടിച്ചില്ല? കുറെ നേരമല്ലേ നമ്മൾ സംസാരിക്കണോ? ഓക്കെ ഓക്കെ ഓക്കെ. കളിക്കാനുള്ള വിശക്കണില്ലേ? കുറെ നേരം സംസാരിച്ചില്ലേ? ഇല്ല, ഇപ്പഴല്ലേ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചത്. ഇത് മൊത്തം തగ్గണ പോട്ടെ. എന്താ അമ്മ? വേണ്ട, പിള്ളേര് ചോക്ലേറ്റ് ഒന്നും കഴിക്കാത്തോണ്ട്. കൊണ്ടുപോയി സാധാരണ എവിടെ വരും ഇങ്ങനെ പിള്ളേരൊക്കെ വരുമ്പോ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കൊടുക്കുമ്പോഴേ ഇവർക്ക് ഭയങ്കര സന്തോഷമാവും. മനസ്സിലായി? പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഇതൊന്നും ചോക്ലേറ്റ് ഒന്നും ഇഷ്ടമല്ലേ? ഇഷ്ടാണ്. പിന്നെന്താ? എനിക്ക് ഇവിടുത്തെ വേണ്ട. പഞ്ചാബിലെ മധുരമൊക്കെ ഇടും, നല്ല പഞ്ചസാരയൊക്കെ ഇടും. ഷുഗർ കട്ടാണോ? അത് എന്തിനാ ഇത് ഞാൻ കഴിക്കാത്ത? ഇവിടുത്തെ ബാഗില് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്. അതുകൊണ്ടാണോ? അതിനിപ്പോ അത് പിന്നെ കഴിക്കാലോ. ഇനിയിപ്പോ നമുക്ക് നേരത്തെ കളിച്ച പോലെ കളിക്കാം. അപ്പൊ ഇതില് വെച്ച് ഞാൻ വിന്നറാവും. ഇത് ഞാൻ വിന്നറാവും. പൊളിക്കാൻ ഞാൻ പറഞ്ഞില്ല. സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 സ്റ്റാർട്ട്. എന്താ ജയിച്ചാൽ ഭയങ്കര വിഷമോ? എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ചേട്ടോ. ഇഷ്ടമല്ല കേട്ടോ. പറയട്ടോ. ഞാൻ ആദ്യം ഇറക്കി. മെല്ലെ ഞാനാ ഇല്ല, എന്റെ കഴിഞ്ഞു നേരത്തെ. എനിക്ക് ഗിഫ്റ്റ് താ. രണ്ടുപേരും രണ്ടും തന്നെ. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ മെയിൻ ആയിട്ട് ഡാൻസ് അല്ലേ കളിക്കുന്നത്. അപ്പൊ നമുക്കിനി ഡാൻസ് കളിക്കണ്ടേ? ഓക്കെ, കളിക്കാം. സൂപ്പറായിട്ട് കളിച്ചല്ലോ. സൂപ്പർ, താങ്ക് യു. ഇതൊക്കെ ആരെ പഠിപ്പിച്ചേർന്നേ? അമ്മ. അമ്മ ഇങ്ങനെ പഠിപ്പിച്ചു തരുമോ? അപ്പൊ നിങ്ങൾ കളിച്ചതിൽ വൈറലായിട്ടുള്ള ഒരു ഡാൻസ് നമുക്ക് ഇനി കാണാം. ഓക്കെ, കളിച്ച് കാണിച്ചു തരില്ലേ എനിക്ക്? ഓക്കെ. എവിടെ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. നന്നായിട്ട് കളിച്ചിട്ടോ. എവിടുന്ന ഇത്ര എനർജി ഒക്കെ ഡാൻസ് ഒക്കെ കളിക്കാൻ? എനർജി എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടം. ഇങ്ങനെ ടയേർഡ് ഒന്നും ആവില്ല ഡാൻസ് കളിക്കുമ്പോ? അപ്പൊ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇതിനൊക്കെ സമയം വേണ്ടേ? അയ്യോ, സമയം ഞങ്ങള് സമയം ഉണ്ടെങ്കിൽ ഡാൻസ് ഒക്കെ കളിക്കും. സ്കൂളിലൊക്കെ പാർട്ടിസിപ്പേറ്റ്. അതിന് അച്ഛൻ ലൈറ്റ് ആയിട്ടാ വരാ. അച്ഛൻ ലേറ്റ് ആയിട്ടാ വരാം. അപ്പൊ നിങ്ങൾക്ക് കുറെ സമയം ഉണ്ടല്ലോ കളിക്കാൻ. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഡയലോഗ് പറയില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്യാം. പഠിച്ചിട്ടില്ലേ? ഓക്കെ, നമുക്കത് ചെയ്യാം. വിളിക്കണം സാറേ. അങ്ങോട്ട് നോക്കണ്ടിരുന്നാ പോരെ? നോക്കാതിരുന്ന ശൂശൊന്നും വിളിക്കുമല്ലോ. എന്റെ വീട്ടിൽ ആരുമില്ല, ഈ ഭാര്യ പിള്ളേർ അങ്ങനെ ആരും. അവനെല്ലാവരും ഇങ്ങനെ കാണിച്ച് അവന്റെ ഭാര്യ ഇട്ടേച്ചും പോയി കളഞ്ഞു. ഇവനെന്താ വല്ല വട്ടുണ്ടോ? ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് കാണാൻ? പൊക്കം കുറഞ്ഞ് കറുത്തിട്ടൊരു മാക്കാച്ചിനെ പോലെ ഇരിക്കണവനല്ലേ? കാണാനൊന്നും കൊള്ളില്ല സാറേ. കാണാൻ കൊള്ളായിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അല്ലേ?
അടിപൊളിയായിട്ട് ചെയ്തല്ലോ. ഇതൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ എങ്ങനെ കറക്റ്റ് വരുന്നേ? ഡയലോഗ് എങ്ങനെ പഠിക്കുവോ? എത്ര നേരം എടുക്കും ഒരു ഡയലോഗ് പഠിക്കാൻ? വണ്ണെന്ത്? 1 നേരോ? അത് നേരം? 1 മിനിറ്റ്. 1 മിനിറ്റ് കൊണ്ട് പഠിക്കുവോ? ആരാ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പഠിച്ചെടുക്കുന്നേ? മനസ്സിലായി. നന്നായിട്ടുണ്ട്. നേരത്തെ നമ്മള് സിനിമയിലെ ഡയലോഗ് പറഞ്ഞ് ചെയ്തില്ലേ? അപ്പൊ അതേപോലെ എനിക്ക് ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരുമോ? നിങ്ങൾ കുറെ ചെയ്യുന്നല്ലേ, അപ്പൊ എനിക്ക് ഒന്നും കൂടി ചെയ്ത് കാണിച്ചു തരുമോ? ഓക്കെ, ഏതാ ചെയ്യാൻ പോണേ? എന്റെ മോനെ കിട്ടിയത് അടിയൊന്നും അല്ലേ. നീ ഉണ്ടായി കേൾക്കാടെ. പിന്നെ ഏകാലം മുഴുവൻ അവിടെ അടിയും കൊണ്ടിട്ട് ഇവിടെ കിടക്കാനാണ്. അയ്യോ അടിയൊന്നും അല്ല, ചവിട്ട്. ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം വീണതെന്ന് ഗിരിയുടെ പറമ്പിലോ അവിടുന്ന് അവർക്ക് എടുത്തോണ്ട് വന്നത്. ഈ ചെറുക്കൻ കിഴങ്ങനായി പോയണ്ടല്ലേ വൈകിട്ട് തട്ടുന്നത്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. സൂപ്പർ ആയിട്ട് ചെയ്തിട്ടോ. ഓക്കെ, ഇനി ഇങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടണം കേട്ടോ. അപ്പൊ പിന്നീട് നമുക്ക് പുതിയ പുതിയ ഓഫേഴ്സും സിനിമയിലൊക്കെ ഇങ്ങനെ പിന്നെ ഓഫേഴ്സ് ഒക്കെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിനിമയൊക്കെ പുറത്തിറങ്ങിയ എല്ലാരും പോയി കാണണം എന്നൊക്കെ പറയും. ഇനി ഞങ്ങളുടെ സിനിമയൊക്കെ പുറത്തേക്ക് എല്ലാരും ഞങ്ങളുടെ സിനിമയൊക്കെ പുറത്തു പോയി കാണണം. ടിവിയിലും കാണാം. പോകുന്നതിന് മുന്നേ എനിക്കൊരു ഡാൻസും കൂടി പഠിപ്പിച്ചത്, നമുക്ക് ഒരുമിച്ച് ഡാൻസ് കളിച്ചിട്ട് ഇവിടുന്ന് പോകാം. ഓക്കെ അല്ലേ? പഠിപ്പിച്ചേക്കില്ലേ? പെട്ടെന്ന് പഠിക്കാൻ പറ്റുമോ? പെട്ടെന്ന് പെട്ടെന്ന്